ഇത് പൊട്ടു ഫുള്ള് മഞ്ഞ് വീണോണ്ടിരിക്കട്ടാ, ഒന്നും കാണാനില്ല നമുക്ക്. ഹെഡിങ് ടു മൗണ്ട് റഷ്മോർ. ഇന്ന് നോക്കി ഓടിക്കട്ടാ, പണി കിട്ടും ചിലപ്പോ. ഇവിടെ മലയടിച്ചിട്ടുണ്ടല്ലേ. ഒരു വലിയ സാമ്രാജ്യം കാണാൻ വേണ്ടി വരണ പോലെ അല്ലേ. ഹായ്, നമസ്കാരം. ട്രാവലിസ്റ്റ് ഫാമിലി ഇന്ന് കാണാൻ പോണതേ അമേരിക്കയിലെ മെയിൻ ഒരു ലാൻഡ് മാർക്കായിട്ടുള്ള മൗണ്ട് റഷ്മോർ അടിക്കാൻ പോവാ. അനിൽ പവർ അല്ലേ? പവർ. നമ്മൾ ഇന്നലെ 8 സൂപ്പർ 8 കപ്പിത്താനൊക്കെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി. നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ബെസ്റ്റ് ഉറക്കം ഉറങ്ങി. ഇന്നിവിടെ രാത്രി നല്ല മഴ പെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണിൻ്റെ ലാസ്റ്റിൽ ഏപ്പാണല്ലോ, ഇത് കഴിഞ്ഞാൽ വിൻ്റർ തുടങ്ങുക തന്നെയാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ റൂമൊക്കെ ഈ ഒരു സൈഡിൽ എവിടെയായിരുന്നു. നമുക്ക് ജനവാരി തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ പോയിന്റ്, എന്താ പറയുക, ജിയോഗ്രഫിക്കൽ പോയിന്റ് എന്ന് പറയാൻ ഹിസ്റ്റോറിക്കൽ പോയിന്റ് നമ്മൾ കാണാൻ പോവുക. ഈ അമേരിക്ക എന്ന രാജ്യം ഓരോ ഭരണാധികാരികളെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു മുഖമാണ് നമ്മളിനി കാണാൻ പോണത്. സെക്കൻഡ്, ഇന്നത്തെ കാലാവസ്ഥ. പക്ഷെ ഇന്ന് ഓൾറെഡി നമ്മൾ പോകുന്ന റൂട്ടിൽ വിന്റർ സ്റ്റോം വാണിംഗ് ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു വിന്റർ മോഡ് 3 മണി തൊട്ട് വിന്റർ സ്റ്റോം ഉണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് മാക്സിമം നമ്മൾ 3 മണിക്ക് ശേഷമാണ് മഞ്ഞ് പറഞ്ഞേക്കണം. അതിന് മുന്നേ നമ്മൾ അവിടെ കവർ ചെയ്ത് റഷ്മോർ എടുത്ത് അടിയിലേക്ക് ഇറങ്ങാം. ബ്രാസ്കയിലേക്ക് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വിന്റർ ടയർ ഇല്ല. അതൊരു വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഇതാ പണി തന്നിട്ടില്ല, പണി തരില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പോകാം. നമുക്ക് താക്കോല് കൊണ്ട് കൊടുത്തിട്ട് ഒരു കാപ്പി എടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സ്വല്പം നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അതൊക്കെ പോട്ടാ. ഫുൾ നൈസ് മഴയുണ്ട്, ഫുള്ള് മല നിറയണം കേട്ടോ. നല്ല ഗോൾഡിഷ് കളറുമ്മ മഞ്ഞ് വീണെടുക്കണതിനുണ്ടാവും, അതേ ഒരു ഫീലിംഗ് കേട്ടോ. ഈ അറ്റ്മോസ്ഫിയറിന് നമ്മൾ മലയാളികൾ പറയും ഒരു ആൽക്കഹോളിക് വെതർ എന്ന് പറയും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോൾ കണ്ട അതേ ഒരു ഫ്രെയിമിന് ഇപ്പോഴും ആ വാംലേറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഫുള്ള് വാംലേറ്റ് അടിച്ച് കൊടുത്തിരിക്കാട്ടോ. ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 100-200 റൂമുണ്ടെന്ന് തോന്നുന്നില്ല. സ്ഥലമായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വാം ലൈറ്റ് കൊടുത്തേക്കണം, കാഴ്ചക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ മുകളിലൊക്കെ വീടുകളും ക്യാമറ ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യാമറയിലെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു കാപ്പിയൊക്കെ എടുത്തിട്ട് പതുക്കെ പോവാട്ടാ. മൗണ്ട് റഷ്മോർ കാണാനായിട്ടുള്ള ഫുൾ എക്സൈറ്റ്മെന്റ് ഇടാ. ഹോട്ടൽ കാറ്റഗറിയാണ് 3 സ്റ്റാർ എന്നൊക്കെ പറയാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ അമ്മിച്ചി ഇല്ല. ഇവിടെ ഇത്തിരി നല്ല ചൂടുണ്ട്. ഇവിടെ ഒരു നൈസൊരു പോളുണ്ട്. ഞങ്ങൾ ഇന്നലെ കുറേ ദിവസമായാലും യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജക്കൂസി പോലുള്ള ഒരു ചൂടുവെള്ളം തന്നെ പരിപാടി ഉണ്ട്. ഇന്നലെ അവൻ അവിടെ വന്നിട്ട് എന്തൊരു മോട്ടർ ഓൺ ആക്കിയപ്പോഴേ 15 പൊന്തായിരുന്നു. അതുമ്പോൾ ഒരു എന്താ പറയുക, ഒരു 10-15-20 മിനിറ്റ് ഞങ്ങൾ ആസ്വദിച്ചു കേട്ടോ. ചൂടുവെള്ളം ബാക്കിലേക്ക് എന്താ ഹോട്ട് മസാജാ, വാട്ടർ മസാജ് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്കൊരു കാപ്പി എടുക്കാൻ പറ്റി. ഇവിടെ കാസിനോ ഉണ്ട്. കാസിനോയിൽ നമുക്ക് എന്താ ആൾക്കാർ വന്നിട്ട് കുറേ പൈസ. Now, yeah. Outside very cold. I love it. I like that. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ എല്ലായിടത്തും കാസിനോസ് ആട്ടോ. ഇവിടെ ഈ ഗോൾഡ് റഷ് ആയതുകൊണ്ട് തന്നെ പൈസയുള്ള ആൾക്കാർ മാത്രം ഇവിടെ ഒന്ന് കളിക്കണുള്ളൂ കേട്ടോ. ഫുള്ള് $10,000 521 മേജർ. എന്തൊക്കെ കളിയൊക്കെ എന്തിനാണ് നമുക്കൊരു യാതൊരു ഐഡിയ കേട്ടോ. എന്തായാലും മൗണ്ട് റഷ്മോറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സമാധാന പ്രിയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഈ വെള്ളത്തിൻ്റെ സൗണ്ടും ഒരു കാപ്പിയും ഈ തണുപ്പും. തണുപ്പ് കാലത്തിൻ്റെ തുടങ്ങിയിട്ടാ ആൻ്റണിയാ. തണുപ്പ് നല്ല സ്ട്രോങ് ആയി തുടങ്ങി. ഈ ആൻ്റണി എന്നുള്ള പേര് അനിൽ ആൻ്റണി ആയിരുന്നു. അതെ. അപ്പം അന്തൂന്ന് വിളിക്കാം, അപ്പനെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ മതി. എപ്പം നോക്കിയാലും അനിൽ അന്തൂന്ന് വിളിക്കണേ. അവിടെ പെരുവിൽ അന്തു വിളിച്ച് ഭയങ്കര പീസ്ഫുള്ളാട്ടോ, രക്ഷയില്ല. വെള്ളത്തിൻ്റെ കളക്കള നാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതന്നെ കേട്ടോ. റൈറ്റ് സ്നോ, മഴ പെയ്ത് തുടങ്ങിയിട്ടാ. റെയിനി ഐസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തണുപ്പേ. മൗണ്ട് റഷ്മോറിന് ഇപ്പം നമുക്ക് എന്തൊരു ചെയ്യാൻ പറ്റും നോക്കാട്ടാ. കൂടിയാ ഐസ് പെയ്ത് തുടങ്ങിയിട്ടാ. സൂപ്പർ എക്സൈറ്റഡ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂല കപ്പിതാൻ. Heading to Mount Rushmore. നമ്മൾ പതുക്കെ സൂപ്പർ 80 പതുക്കെ ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ. നല്ലൊരു സ്റ്റേ ആയിരുന്നു അല്ലേ? നമ്മൾ ഇത്രയും നാള് യാത്ര ചെയ്തിട്ട് കിട്ടിയാല് വരണം നല്ലത് അല്ലേ? എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. അതെ. നല്ല ബ്രേക്ക്ഫാസ്റ്റ്
നല്ല ക്ലൈമറ്റ് ആണ് പുറത്ത്. മഴ പെയ്തിട്ട് മൗണ്ട് റഷ്മോർ കാണാൻ പറ്റും നമുക്ക്. ഫോഗായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മലയുടെ മുകളിലൊക്കെ ഫോഗ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് കയറും എന്തായാലും വെച്ച് പിടിക്കാം, എന്നിട്ട് ഉണ്ടാവും നോക്കാം. മഞ്ഞും ക്ലൈമറ്റും എല്ലാം കൂടി വന്നപ്പോ ഒരു വേറെ വൈബ് അല്ലേ. ഒരു പക്ഷെ വെയിൽ ഉദിച്ചെങ്കിൽ ഈ ഭംഗി കിട്ടില്ല കേട്ടോ അല്ലേ. ഇതിലാ മുകളില് മലയൊക്കെ മഞ്ഞിൽ ഇങ്ങനെ മൂടി കിടക്കണ്, മഞ്ഞ നിറത്തിലുള്ള മരങ്ങള്. ആഹാ അന്തസ്. ശരിക്കും സ്നോ പെയ്തു തുടങ്ങിട്ടാ. ചില്ലുമിക്ക് സ്നോ അങ്ങനെ പറന്നടിക്കുന്നുണ്ട്. ആഹാ ഒന്നും കാണാനില്ലട്ടാ. ആഹാന്ന് പറയുമ്പോ അങ്ങനെയുണ്ട്, ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷെ മഴ മൂടി കിടക്കാം. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ എല്ലാത്തിനും നിഗൂഢത ഉണ്ട് അല്ലേ. അടുത്ത വളവിൽ എന്താണ് ഉണ്ടാവുക. പിന്നെ അധികം സ്നോ വീണാ നമുക്ക് പണിയുണ്ട്. കൊട്ടായർ നമ്മുടെ ഇഞ്ചാമ്പളി ആയ കപ്പിത്താൻ ആയ ഒരു സമാധാനത്തിൽ പോണെന്ന് മാത്രട്ടാ. പറയുമ്പോ രസമുണ്ട്. എവിടെയെങ്കിലും പോയല്ലോ. ഫുള്ള് മഞ്ഞ് വീണോണ്ടിരിക്കട്ടാ, ഒന്നും കാണാനില്ല നമുക്ക്. നോക്കിയാ മഞ്ഞ് വീണണ്ട. ആഹാ അല്ല നോക്കി ഓടിക്കട്ടെ, പണി കിട്ടും ചിലപ്പോ. ഭംഗിയുണ്ട് ഉണ്ടാ. മൊത്തം മൂടി പോയിട്ടാ. ക്ലിയർ അല്ല ചില സ്ഥലത്ത് കാണാനില്ലട്ടാ. മൗണ്ട് റഷ്മോർ ഇപ്പൊ എങ്ങനെയായിരിക്കും ദൈവത്തിന് അറിയാം. മഞ്ഞ് വീഴ്ചയുടെ ഉള്ളിലൂടെ കാണുന്ന മൗണ്ട് റഷ്മോർ അതിലൊക്കെ പറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബോർഡിംഗ് പോണേ. മഞ്ഞ് വീട്ടെ. ചേട്ടാ രക്ഷയില്ല. മൗണ്ട് റഷ്മോർ മൊത്തം മൂടി കിടക്കാൻ ചാൻസ് ഉണ്ടല്ല. കണ്ടിട്ട് മോളിൽ കയറിക്കൊണ്ടിരിക്കല്ലേ. മൗണ്ട് റഷ്മോർ 39 മൈൽ കേട്ടാ. നമ്മള് മോളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ രസം വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടുമ്പോ നമുക്ക് മൂത്രമൊക്കെ മുട്ടുന്നുണ്ടോ അല്ലേ. ഒഴിച്ചുള്ള പക്ഷെ മൂത്രമൊക്കെ നല്ല മുട്ടുണ്ട്. പെട്രോൾ കയറ്റാം. ഇവിടെ മലയടിച്ചിട്ടുണ്ടാണല്ലേ. മണ്ണിടിച്ച് പോയിട്ടുണ്ട്. അവിടെ മുകളിൽ നിന്ന് ഇറങ്ങി പോയി കേട്ടോ. അമേരിക്ക ആയാലും എവിടെയായാലും മണ്ണിടിച്ചില്ല തന്നെയാട്ടോ അല്ലേ. നീറ്റാക്കി പോയിട്ടുണ്ട്. അപ്പൊ മണ്ണൊന്നും കാണാനില്ല. വണ്ടി കൊണ്ട് പോയൊക്കെ വേണ്ട. അവിടേക്കൊക്കെ മണ്ണൊക്കെ മാറ്റി ഈ ഭാഗം ഇടിഞ്ഞു പോന്നിരിക്കട്ടാ. ഓ ശ്രദ്ധിക്കട്ടാ. ഇത് കേൾക്കുമ്പോ അർജുന്റെ കേസ് ഓർമ്മല്ലേ. അർജുന്റെ കേസ് ഭയങ്കര സംഭവിച്ച. ഇതേപോലെ തന്നെയല്ലേ ഈ മരവും മണ്ണും കൂടെ എല്ലാം കൂടിട്ടേ. അല്ല അവസാനം ഭയങ്കര അടിപൊളിയായില്ല അവസാനം. അല്ലെ ഞാൻ ശരിക്കും പറഞ്ഞതും കേട്ടതും കണ്ടു വെച്ചിട്ട് മനാഫിക്കാർ കൂട്ടാണ് ഞാൻ. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആളത് വിചാരിച്ചില്ലെങ്കിൽ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി അടിന്ന് പൊങ്ങി വരില്ല. അത്രയും ദിവസം ആ ഒരു മിഷൻ അവരെടുത്ത് അതൊക്കെ ശരിക്കും ഭയങ്കര അവസാനം അത് കിട്ടിയപ്പോ തല്ലൂട്ടായില്ലേ. അല്ല കേരളത്തിന്റെ മലയാളികളുടെ ഒരു പുഷ് അതിലുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു ആത്മബലാണ് ശരിക്കും കിട്ടും എന്നുള്ള സാധനമാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു അത്രയും നിക്കത്തില്ല ആൾക്കാർ. വിട്ടുപോയിണ്ടാവും. നമ്മളാ മലയാളികൾ എല്ലാവരും കൂട്ടിട്ട് അത് ഒത്തുപിടിച്ച് എല്ലാവരും അതിന് സഹായിക്കാനും അതൊക്കെ ശരിക്കും ഒരു എന്തായാലും മനാഫിക്ക് ഒരു പ്രത്യേക നമ്മളത് ഒരു അഭിനന്ദനങ്ങളുണ്ട്. നമ്മുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ഒരു സംഭവം തന്നെയായിരുന്നു. അവസാനം അർജുനെ കിട്ടിയപ്പോ അത് ആകെ ഇഷ്യൂവിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ വീട്ടുകാർ കൊണ്ടുപോയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സത്യാവസ്ഥ എന്താന്ന് അറിയില്ല. യാഥാർത്ഥ്യം ചിലപ്പോ വേറെ ഉണ്ടെങ്കിൽ പക്ഷെ കണ്ടതും കേട്ടതും എല്ലാം കൂടിയിട്ട് നോക്കുമ്പോ മനാഫിക്കരുടെ റേഞ്ച് സല്യൂട്ട് ചെയ്യേണ്ട കേസാണ്. ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പോവാം. നമ്മുടെ മൗണ്ട് റഷ്മോർ നമ്മൾ പതുക്കെ അടുക്കണ്ടോ. ഡാമിന്റെ മുകളിൽ നമ്മള് പോണേന്നോണ്ടാണ് അല്ലേ. ഇവിടെ അധികം നോക്കില്ല. അവിടെ ഡാം പണിയുണ്ട് വരുന്നുണ്ട്. ഡാം ഉണ്ടെന്നുണ്ട് അവിടെ അടിയിലേക്ക് ഇറങ്ങിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ലേക്ക് ട്ടാ. എന്തായാലും നമ്മള് പോണ വഴിക്ക് ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലേക്ക് കണ്ടിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാന്ന് വിചാരിച്ചോട്ടാ. മൗണ്ട് റഷ്മോർ എത്തണതിന് മുമ്പ് പാറ്റോണിയ ലേക്ക് എന്നല്ല പേരുടാ. പാറ്റോണിയ ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിന്റെ തീരത്തൂടെയാണ് നമ്മള് ഈ മൗണ്ട് റഷ്മോർ കാണാൻ പോകട്ടാ. അടിപൊളി കേട്ടോ. ഇവിടെ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല കേട്ടോ. രാവിലെ നമ്മൾ ആ ഒരു മല കയറി ഇറങ്ങിയപ്പോൾ മഞ്ഞ് വീഴ്ചയൊക്കെ പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ. ഒരു ചെറിയ ഡാം സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മള് പൈൻ ഫോറസ്റ്റ് വിട്ടത് ഒരു ചെറിയൊരു സിറ്റി പെട്രോൾ അടിക്കണം കേട്ടോ. ഇവിടെ വില കുറവാണല്ലോ. 3.19.
ഒരു ഗാലന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പെട്രോളൊക്കെ കഴിച്ച് ഇതാ ഇവിടെ മാനൊക്കെ സെറ്റ് കേട്ടോ. പെട്രോളൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ മൗണ്ട് റഷ്മോറിലേക്ക് നമുക്ക് 15 മിനിറ്റ് മാത്രം കേട്ടോ. അത്ഭുത കാഴ്ചക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഫിലിപ്സ് 65 ഇത് നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല ഈ പെട്രോൾ അല്ലേ? ഫിലിപ്സ് പെട്രോൾ അടിക്കാണ്ട് ഇനി വയ്യാണ്ടാവും. ഏകദേശം എന്റെ ഉണ്ട്. നമ്മള് പെട്രോൾ അടിക്കാനായിട്ടുള്ള കട്ടുമ്പോ ഗ്ലാസും ക്ലീൻ ആക്കണം നമുക്ക്. ഐസ് വീണപ്പോ എന്തൊരു കറവണ പോലെ അല്ലേ? ഇവിടെ ഈ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയത് തന്നെ ഒരു മരം വുഡൻ ലൈനിൽ ഉണ്ടാക്കിയിരിക്കണ്ട. വേറെ പുതുമകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എവിടെ കാട് എവിടെ അവിടെ എഴുതിയിട്ടുള്ളത് വന്ന് 3:19 ഇവിടെ 3:29 ആൾക്കാരായിട്ട് പരിപാടി കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചത് എങ്ങനെ നമ്മൾ ചേസിന്റെ അക്കൗണ്ട് ഒക്കെ എടുത്തതെന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് B1 B2 വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നമുക്കൊരു ഗ്യാരണ്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ട് നമ്പർ എടുക്കാം. ആർക്കും വേണമെങ്കിലും വന്ന് അക്കൗണ്ട് നമ്പർ എടുക്കാം. ക്ലാസ് ക്ലീൻ ചെയ്യാം. ഒരു കറ പോലെ വന്നിട്ടുണ്ടല്ലേ? മഞ്ഞിന്റെ ഇവിടെ ഈ കെമിക്കൽ ഉള്ളത് കൊണ്ട് മഴ പെയ്യുമ്പോൾ ഒരു തരം കെമിക്കല് വരുന്നുണ്ടല്ലേ? സൾഫറിന്റെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ വന്ന യെല്ലോ സ്റ്റോൺ റിവർ ഒക്കെ ഇല്ലേ, ഈ സാധനം ഇവാപറേറ്റ് ആയി പോയിട്ട് മോളിന്നല്ല പറഞ്ഞതൊക്കെ. അതുകൊണ്ടായിരിക്കാം. അറിയാവുന്നവര് കമന്റ് ചെയ്യാം. നമുക്കൊരു ഐഡിയ പിടിക്കണ കണ്ടന്റ് ഐഡിയ പറ്റണപ്പോ. അപ്പൊ ഇതാ കുടിക്ക് നീ നല്ല കുടിക്കണ കുറച്ച് ദിവസമായിട്ട്. $. നമ്മൾ 21 ഗാലൻ അടിച്ചോട്ടാ. ഏകദേശം 60-65 ലിറ്റർ അടിച്ചു. നല്ല തണുപ്പാട്ടോ. അപ്പൊ ഇതാ വരുന്നുണ്ടോ നമുക്ക് ഇത്തിരി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് വരാം. ഒരു കാപ്പി കൊടുത്താൽ നല്ല തണുപ്പിട്ടാ അല്ലേ? സെക്ടർ മാറ്റിണ്ട് വരല്ലോ. കൺട്രീൻ ബാർ ഗ്രില്ല് എല്ലാം കൂടിയിട്ടുള്ള സാധനടാ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണാൻ നമ്മൾ. ഇത് അപ്പുറത്ത് പറയണ്ട ഇത് തന്നെയാണല്ലേ? ഓക്കെ ഇത് വേണ്ട ബേസിന്റെ യെല്ലോ സോണിൽ ഞങ്ങൾ വരുമ്പോ കാണാട്ടെ മൊത്തം തന്നെ. രണ്ട് എൻട്രൻസ് ഉണ്ടല്ലേ ഇവിടെ. ഈ ഒരു ഏരിയ നമ്മുടെ മാപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ നമുക്ക് ഉപയോഗിക്കണേ. ഡൺവുഡിൽ നിന്ന് നമ്മൾ വന്നാട്ടാ. യു ആർ ഹിയർ എവിടെയാണോ? യു ആർ ഹിയർ കാണാനില്ലല്ലോ. നമ്മളിപ്പോ മൗണ്ട് റഷ്മോർ എവിടെയാ നോക്കണ്ട. നമുക്ക് എടുത്ത് കൈ പിടിക്കാം. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ള് അമ്മേ വമ്പം പരിപാടിയാണല്ലോടാ. റോസിയസ് നോക്കിയാ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ബ്രൂവറീസ് കണ്ടിരുന്നു. അവരുടെ ലോക്കൽ മെയ്ഡിന്റെ വില കണ്ടോ? $19 കേട്ടോ. വൈനറിയുടെ ഒരു പീക്ക് ലെവലാട്ടോ. നമ്മൾ വെച്ചുള്ള ക്യാപ്പൊക്കെ നോക്കി ഇവിടെ കണ്ട. നമ്മൾ വെച്ചുള്ള ക്യാപ്പിനൊക്കെ ഉണ്ടല്ലോ എന്തോ റുപ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ $10 കേട്ടോ. എല്ലാ സാധനങ്ങളും കേട്ടോ ഇവിടെ. ഇതെന്നിട്ടോ അത് വാലാണല്ലോ ഏ? അതെന്തൊരു മെയിൻ വാലാട്ടോ. അതിന്റെ ഒരു ഒറിജിനൽ വാല. ഇവിടുത്തെ അങ്ങനത്തെ ഓരോ സ്റ്റോറുകൾ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ തോന്നിട്ടാ. റഷ്മോറിലേക്ക് എടുക്കണോ? പ്രസിഡൻസ് ട്രാവലിസ്റ്റ് ടീം വരാട്ടോ അങ്ങോട്ട്. ഇവിടെ നമുക്കിത് വേണ്ട. ഇവിടുത്തെ കല്ലിനെ കൊത്തിയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. സ്കൾപ്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ മേടിക്കട്ടോ. നമ്മളിതുമ്പോൾ ഒരു പ്രാന്ത് കാണിക്കാത്ത ആളല്ലാത്ത നമ്മൾ വാങ്ങുന്നത് ഇങ്ങനെ സംഭവങ്ങൾ. എന്ത് വലിയുണ്ടാണോ? നെല്ലിൻ്റെ കേട്ടോ. $10 ഇതിന് $10 കേട്ടോ. ഇന്ത്യ 10 അങ്ങനെയുണ്ട്. ഇവിടെ നമ്മൾ ഒരിക്കലും കാണാത്തൊരു സാധനം ഇവിടെ കണ്ടോട്ടോ. നോക്കി നിങ്ങൾ എല്ലാ സ്റ്റേറ്റിന്റെയും ഇതുണ്ടോ മെയിൻ അട്രാക്ഷൻ എല്ലാ സ്റ്റേറ്റിന്റെയും പേരിലുള്ള സാധനം. മെയിൻ അട്രാക്ഷൻ ഉള്ളുണ്ട്. ഇത് നോർത്ത് ഡക്കോട്ട, ഒഹിയോ. ഇത് ആദ്യമായിട്ട് കാണാം. നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ എല്ലാം മേടിച്ചുകൊണ്ടോ അല്ലേ? നല്ലൊരു പരിപാടി. നിങ്ങൾ മൗണ്ട് റഷ്മോർ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അമേരിക്കയിലത്തെ എല്ലാ സ്റ്റേറ്റും അർക്കാനസ്, അരിസോണ, കൊളറാഡോ എല്ലാ സ്റ്റേറ്റും നമുക്ക് അയോവരിക്കും. നമ്മൾ അടുത്ത നെബ്രാസ്ക കയറിയിട്ടുണ്ട്. നെബ്രാസ്കയിലേക്ക് നമ്മൾ ഇന്ന് അടുത്ത ഹെഡിങ് ഉണ്ട്. അവിടെ നമ്മൾ നേരെ നെബ്രാസ്ക പോയിട്ടാണ് അയോവ കാരണട്ടാ. ലിങ്കൺ എല്ലാത്തിനും ഒരു പൊടിക്ക വില കൂടുതലാട്ടാ. അങ്ങനെയും പറയണം. പക്ഷെ സാധനങ്ങളൊക്കെ ഒരു യൂണിക് ഐറ്റംസാ. ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് അതിന്റെ മുകളിൽ കൂടെ. $59 59 സ്റ്റാർട്ട്സ് ഫ്രം. ചിലപ്പോ 1 മിനിറ്റിലേക്ക് ഒരു സ്റ്റാർട്ട് ഫ്രം ഇതിന്റെ അല്ല ഞാൻ മറ്റേ 100 മറ്റേ ഗ്രാൻഡ് കനാൻ അടിച്ച. അപ്പൊ നമ്മള് റഷ്മോർ അടിക്കാനായിട്ട് പോണതാ വരുന്നുട്ടാ. പ്രസിഡൻസ് ടീം ട്രാവൽ ലിസ്റ്റ് കമ്മിങ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡിൽ ഇങ്ങനെ മലകൾ കാണാൻ നമുക്ക് കണ്ടാ. നോക്കിയാ അങ്ങനെ ഏതൊരു മലയുടെ മേലെണ്ടാ കൊത്തി എടുത്തിരിക്കണേ. അന്നേരം നമ്മൾ എത്താറ ഇനി ആകെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിട്ടാ. മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജാന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. മരം തന്നെയത്. മരം കൊണ്ട് ഉണ്ടാക്കിയുള്ള ബ്രിഡ്ജ് ആട്ടത്.
അല്ലേ? മരമാണ് അടിയില് ട്രെയിൻ പോണു അടിയില്. അങ്ങനെ റോഡും ട്രെയിൻ ട്രാക്കും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടാ മേളിൽ കൂടെ ട്രെയിൻ പോണേ. മോളിൽ കൂടെ റോഡ് അല്ല റോഡാണ്. അടിയിൽ കൂടെ ട്രെയിൻ പോകും. ഓ അടിയില്. അല്ല മോളിൽ കൂടെ അടിയിൽ കൂടെ റോഡാ പോണത്. റോഡ് മനസ്സിലായില്ല ഇപ്പൊ? റോഡ് തന്നെ. ഇപ്പൊ തോന്നായിട്ട് മനസ്സിലായി ഞങ്ങൾക്ക്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ട ഹെലികോപ്റ്റർ ടൂൾസ് ഇവിടെ ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട് അവിടെ. നോക്കി നീ മുകളിലേക്ക് എടുക്കുന്നുണ്ടാ. ഒറ്റ ഹെലികോപ്റ്റർ ഉള്ളോട്ടോ. അതിന്റെ നമുക്ക് ആ സ്റ്റിക്കർ നേരത്തെ കിട്ടിയത്. നമ്മള് ഗ്രാൻഡ് കാനൺ അടിച്ചത് ഇങ്ങനത്തെ ഒരു ഹെലികോപ്റ്ററിലാണ്. ഏകദേശം $100 താഴേക്ക് ഉണ്ടാവുള്ളൂ കണ്ടിട്ട് അല്ലേ? നമ്മള് ഏകദേശം എത്താറായിട്ട് കേട്ടോ. ഇവിടെയൊക്കെ ലോഡ്ജുകളുണ്ട്. ഇവിടെ വരുമ്പോൾ താമസിക്കാട്ട് നമുക്ക് വേണമെങ്കിൽ. ഇത് എവിടെയാണ് അവർ കൊത്തി വെച്ചിരിക്കണം. നമ്മൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നോക്കിയൊരു പേര് കണ്ട ദ ഇന്ത്യൻസ് ഒത്തന്റിക് ഇന്ത്യൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാട്ടോ. അതൊരു വേറെ കാര്യം. നമ്മൾ അരിസോണയിലൊക്കെ പോയപ്പോ നാറ്റീവ് അമേരിക്കൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കണ്ട. ന്യൂ മെക്സിക്കോയിലൊക്കെ അതേപോലെ നാറ്റീവ് അമേരിക്കൻസ് കൂടുതലും തിങ്ങി വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് സൗത്ത് ഡക്കോട്ടയും നോർത്ത് ഡക്കോട്ടയും. 2 ഡക്കോട്ടയിലും ഇവിടുത്തെ നാറ്റീവ് അമേരിക്കൻസാ. ഈ മൗണ്ട് റഷ്മോർ പണിയാനായിട്ട് ഇവിടുത്തെ നാറ്റീവ് അമേരിക്കൻസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഇത് പണിയുന്ന സമയത്ത് ഗവൺമെന്റിനോട് അവർ എതിരൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമുള്ള മലമുകളിലാണ് അവര് ഈ പറഞ്ഞ പ്രസിഡന്റുമാരെ മുഖം കൊത്തിവെച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ നാറ്റീവ് അമേരിക്കൻസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ സംഭവം കൊത്തിയെടുക്കാനായിട്ടാ. അപ്പൊ എന്തായാലും നമ്മള് മൗണ്ട് റഷ്മോറിന് ഇനി വെറും 5 മിനിറ്റുകൾ മാത്രം. ആദ്യം ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടുള്ള ടണൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടണലട്ടാ. ടണലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. മൗണ്ട് റഷ്മോർട്ടാ ഹെഡിങ് ടു. നമ്മളപ്പോ ഒരു ചെറിയ ടൗണിലേക്ക് എടുത്തുട്ടാ. ആ ടൗൺ ഉണ്ടല്ലോ ഇവിടെ. എനിക്കാണത് റമദ ഹോട്ടൽ നോക്കിയോടെ. എനിക്കാണത് മൗണ്ട് റഷ്മോറിന് ശേഷമായിരിക്കും ടൗൺ വന്നിട്ടുണ്ട് അവിടെ അല്ലേ? ഹെലികോപ്റ്റർ അവര് ഇവിടെ ഭയങ്കര ടൂറിസം. ഹെലികോപ്റ്റർ നല്ല ടൂറിസം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ടില്ലേ? ഹെലികോപ്റ്റർ സർവീസ് ഫുൾ സിംഗ് കേട്ടോ. കോമ്പറ്റീഷൻ ആണെന്നുണ്ട് ഹെലികോപ്റ്റർ ഇവിടെ. നേറ്റീവ് അമേരിക്കൻസിനാണ് സ്കൾപ്ചേഴ്സ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ട പോലെ ഉണ്ട് ഇവിടെ എല്ലായിടത്തും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കണം. അവിടെ തന്നെ ആണല്ലോ കാണാൻ പറ്റും. ഭയങ്കര സംഭവമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയേ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി ഒരാളിരിക്കണ. നീ നേരെ നോക്കിയോ? നോക്കിയോ നോക്കി ഇവിടെയൊക്കെ കണ്ട. ഇതൊക്കെ സൂര്യഭഗവാൻ മായൻസ് ആ ഗെയിം കളിച്ചു തുടങ്ങിയതാ. എന്തായാലും നമുക്ക് ഇത് കാണാദ്യം ഈ അത്ഭുതത്തിന്റെ അടുത്തേക്ക് ആദ്യം എത്താം അല്ലേ? മൗണ്ട് റഷ്മോർ മാൻമെയ്ഡ് അത്ഭുതട്ടോ അങ്ങനെയും പറയണം. റഷ്മോർ ടീം വേ അഡ്വഞ്ചേഴ്സ് ഫുൾ അഡ്വഞ്ചേഴ്സ്. ഇവിടെ കുറെ ആക്ടിവിറ്റികൾ ഉണ്ടെന്നുള്ള. ബൈക്ക് മുകളിലേക്ക് പോവാ. അവിടുന്ന് മറ്റേ അഡ്വഞ്ചേഴ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലേ റോഡ് ഉണ്ടാക്കി വെച്ചിരുന്ന റേഞ്ച് കാണുമ്പോഴല്ലേ ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ച് കേട്ടോ. അങ്ങനെ കൊണ്ട് പറയണം. ഒരു കുഴി ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അയ്യോ എന്ന് പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എത്ര കിലോമീറ്റർ ഓടിച്ച് കിലോമീറ്റർ ഓടിയിട്ടും ഒരു ക്ഷീണം നമുക്ക് പ്രശ്നല്ലേ. അതൊക്കെ നമ്മള് അടുത്തുകൊണ്ടിരിക്കട്ടാ. ഇങ്ങനത്തെ ഒരു മലയര മേലാണ് അവര് കൊത്തി വെച്ചിരിക്കണേട്ടാ. എന്തായാലും നമുക്ക് നോക്കി കാണാം. പൈൻ മരങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഗെയിമാണ് കളിക്കണം പോണോ നമ്മള്. അപ്പൊ നമ്മള് പതുക്കെ മൗണ്ട് റഷ്മോറിന്റെ എൻട്രിയിലേക്ക് എത്തുന്നുണ്ടോ. അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ടോ. $10 മുത്ത. മലയര മോളാണ് സെറ്റ് ചെയ്തിരിക്കണത്. പതുക്കെ പതുക്കെ നമ്മള് റഷ്മോർ എടുത്തുകൊണ്ടിരിക്കണോട്ടോ. പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണോട്ടോ. അമേരിക്ക നമ്മൾ അമേരിക്കാട്ടാന്നൊക്കെ പറയുമ്പോ ഇടയ്ക്ക് ആൾക്കാർ ചീത്ത പറയുന്നത് എന്തിട്ടാ ഇന്ത്യനെ കുറ്റം പറയലാന്നത്. ഇന്ത്യനെ കുറ്റം പറയണല്ലോ. അത് കണ്ട നിങ്ങൾ കാണുമ്പോ പറയാതിരിക്കാൻ പറ്റുമോ? ഒരു മലയാളം കൊണ്ട് പാർക്കിങ്ങിന് 3 നില പണിത് വെച്ചിരിക്കുക എല്ലായിടത്തും. ഇവിടെ മാത്രമല്ല ഏത് പരിപാടിയിലേക്ക് പോയാലും അതിന് $10 മേടിച്ചു വന്നാലും കുഴപ്പമില്ല. സൗകര്യമായിട്ട് വണ്ടി ഒതുക്കാം നമുക്ക്. കുറച്ച് മുമ്പിരിക്കട്ടോ. ഇപ്പൊ വരുന്നുട്ടോ. അപ്പൊ നമ്മള് മൗണ്ട് റഷ്മോർ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ജേണി റഷ്മോറിന്റെ അടിയിൽ നമ്മൾ തീർത്തുട്ടാ. വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അത് അടുത്ത് തന്നെയൊന്നുണ്ട് മലകൾ കണ്ടിട്ട്. നമ്മള് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കട്ടാ. ഇതെവിടെ ഒളിഞ്ഞിരിക്കണ മോനെ. പണികൾ മെയിൻ്റെനൻസ് പണികളൊക്കെ നടക്കണ്ടോ അവിടെ. മൗണ്ട് റഷ്മോർ നാഷണൽ മെമ്മോറിയൽ. അതെ അവിടെയൊക്കെ മലനിരകളാണ് അപ്പുറത്തിട്ടാ. അങ്ങനെ നമ്മള് മൗണ്ട് റഷ്മോർ നാഷണൽ മെമ്മോറിയൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിലേ അങ്ങകലെ നിക്കണത് ഇപ്പൊ കണ്ട. ആ എന്താന്ന് വെച്ചാലേ കാഴ്ച ഞാണല്ലോ അത്.
എങ്ങനെയാ അന്ന് കുത്തിണ്ടാക്കിയ? അത്രയും പൊക്കത്തില്ലേ? അതെ, എത്ര അടി ഹൈറ്റ്? 18 മീറ്റർ ഹൈറ്റ് ഇട്ടാ ഒരു ഹെഡിന്. അത് കലക്കി. ലാസ്റ്റ് നിൽക്കണ ഫേസ് കണ്ടോ? അതിന്റെ ഉള്ളിൽ മുടി സെറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളില് അടുക്കും തോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കട്ടാ. നമ്മൾ അകലെ നോക്കുമ്പോ 18 മീറ്റർ എന്നൊക്കെ നോക്കുമ്പോ സംശയം ഉണ്ടാവും. മൂന്നാമത്തെ ചേട്ടന്റെ മീശ കണ്ടോ? ചേട്ടനാ? അല്ല, അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്ക ഞെട്ടോർക്കട്ടാ. അത് കളിക്ക് എന്തായാലും. നമ്മളൊക്കെ വരുമ്പോ അങ്ങനെ പ്രതീക്ഷിച്ചാ മതി. അങ്ങനെയുണ്ടേ. ഗാന്ധിജിയുടെ മുട്ട പോലത്തെ ഒരാളിരിക്കണ്ടോ? ഗാന്ധിജിയുടെ മുട്ട പോലെ ഒരാള്. എന്തായാലും നമ്മളതിൻ്റെ ഉള്ളിൽ ഇവിടെ എൻട്രി എടുക്കുമ്പോ വലിപ്പം കൂടിക്കൊണ്ടിരിക്കട്ടാ. കളിക്ക്. മൗണ്ട് റഷ്മോർട്ടാ ടീം ട്രാവലേഴ്സിന്റെ അടുത്ത മൈൽ സ്റ്റോൺ. അമേരിക്കയിലത്തെ നമ്മൾ നടിക്കണമെന്ന് ഫിനിഷ് ചെയ്യണം. എന്തായാലും ആദ്യം റഷ്മോർ കാണിക്കേണ്ട മുമ്പ് നമ്മൾ ഗുഡ്സൺ ബോർഗ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കാണിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണടാ. അതെ, ഈ ആളാണ് ഈ സംഭവം ഉണ്ടാക്കിയട്ടാ. ഇയാളെ കാണിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അതെ, 1927 മുതൽ പണി തുടങ്ങിയിട്ടില്ലേ? 1941 വരെ പരിപാടിയായിരുന്നു. അതെ, ഇവിടെ ഇലക്ഷന്റെ കേസായിട്ട് നോക്കിയാൽ ഇലക്ഷന്റെ വർക്ക് കിടക്കണ്ടോ. 4 പ്രസിഡന്റുമാരാണ് അമേരിക്കയിൽ കേട്ടോ. മൂന്നാമത്തെ ആളുടെ പേര് കിട്ടിയോ? തോമസ് ജെഫേഴ്സൺ. ജെഫേഴ്സന്റെ മൂന്നാമത്തെ ആള്. ആ ചേട്ടന്ന് പറഞ്ഞ ആള് മൂന്നാമത്തെ. അപ്പൊ എന്തായാലും എബ്രഹാം ലിങ്കൺ, അതേപോലെ ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ. വായ കൊടിയാട്ടോ. അടുത്ത ആള് ഒരാളുണ്ടല്ലോ, ആളെ പേര് എന്നിട്ട് അടുത്ത ആളെന്ന് പറഞ്ഞത് ലൂയിസിയാന പർച്ചേസ് അല്ലേ? ലൂയിസിയാന പർച്ചേസ് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു എന്താ പറയാ ഹിസ്റ്റോറിക് പ്ലേസിലേക്ക് എത്തേണ്ട എല്ലാവരും സന്തോഷമുണ്ട്. ഇവിടെ എല്ലാ സ്റ്റേറ്റിന്റെയും പേരിലാണ്. 1912 47th സ്റ്റേറ്റ് അഡ്മിറ്റഡ് ടു യൂണിയൻ. ഓരോ സ്റ്റേറ്റ് ഓരോ സമയത്ത് ജോയിൻ ചെയ്ത് കാണിക്കണം. ന്യൂയോർക്കൊക്കെ 1788 കയറിയിട്ടുണ്ട്. 11ാമത്തെ ആളാണ്. 1ാമത്തെ സ്റ്റേറ്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് റഷ്മോർ കണ്ട സന്തോഷം, ചിന്തിക്കാൻ പറ്റുന്ന സന്തോഷം അല്ലേ? ഈ കാണുന്ന വ്യക്തികളെല്ലാം അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വളരെ സ്ഥാനം പിടിച്ച ആൾക്കാരാണ്. വളരെ വലിയ കാര്യങ്ങൾ ചെയ്തേക്കണം. അതെ, അമേരിക്കയുടെ വളർച്ചേനെ ഒരുപാട് സഹായിച്ച ആൾക്കാരുണ്ട്. എബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും ക്രൈസിസിൽ നിന്നൊക്കെ അമേരിക്കനെ തിരിച്ചു പോകുന്ന ആളാണല്ലോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. എങ്ങനെയും മലയാളം മുകളിലേക്ക് ഉണ്ടാക്കിണ്ടാവല്ലേ? ജോർജ് വാഷിങ്ടന്റെ ഫേസ് ഒക്കെ അതേപോലെ എല്ലാതും ഒരേപോലെ തന്നെ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലാസ്റ്റ് ഫേസ് കണ്ടോ? ജോർജ് വാഷിങ്ടൺ എന്ന തലയുർത്ത് നിൽക്കണാകുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു എനർജി തന്നെയല്ലേ? ആരെയൊക്കെ ശരിക്കും ആ ഒറിജിനാലിറ്റി ഭയങ്കര തന്നെയല്ലേ? ആ കോട്ടിന്റെ ഒക്കെ ഒരു ഇത് വന്നേക്കണം. അതെ, കോട്ടിന്റെ ചെവിടൊക്കെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റ് മൂഡ് കണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ എബ്രഹാം ലിങ്കൺ നിൽക്കണു. അത് കഴിഞ്ഞിട്ട് മറ്റാളെ പേര് തോമസ് ജെഫേഴ്സൺ. ഓരോ മീശയൊക്കെ നോക്കി എന്ത് പെർഫെക്ഷൻ. അമേരിക്കയുടെ വിജയങ്ങളുടെ ഓരോ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രസിഡന്റുമാരുടെ ഫേസാണ് നമ്മൾ കാണുന്നത്. അത് ശരിക്കും നമ്മള് എന്താ പറയാ കണ്ടുപിടിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? നമ്മള് രാഷ്ട്രീയോ മതമോ ഒന്നും അല്ലാണ്ട് അന്നത്തെ കാലത്ത് 1927 ഈ സംഭവം പണി തുടങ്ങുന്നത്. ശരിക്കും ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഫിനിഷിംഗ് ഉണ്ട്. വേറെ ആൾക്കാർ ആരൊക്കെ ഫേസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഈ 2ാം ലോക മഹായുദ്ധം വന്ന സമയത്ത് അവരത് സ്റ്റോപ്പ് ചെയ്തു. 1939 മുതൽ 45 വരെയാണ് 2ാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ കൂടെ പണി നടക്കണ്ടായിരുന്നു. അങ്ങനെ 1941 ഈ പണി നിർത്തിവെക്കുന്നത്. കാരണം ഈ പണിയുടെ ആള് മരിച്ചുപോയി. എന്തൊരു ചെയ്യേ? പിന്നെ അതേപോലെ തന്നെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് സംഭവം വെച്ചാൽ ഇപ്പൊ നമ്മള് ഇവിടെ വരുമ്പോ നമ്മളും അമേരിക്കയുടെ ചരിത്രത്തിലേക്കും ആ പ്രസിഡന്റ്സിനെ കുറിച്ചും ഒക്കെ അറിയാൻ പോവുക. ഇന്ത്യയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പോഴും ഒരു ബാക്ക് ടു നോക്കുകയാണെങ്കിൽ ഒരു 10 പ്രസിഡന്റ്സിനെ വരെ ചിലപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഓർമ്മയോ അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിന്റെ ഫോട്ടോ മറ്റേ പ്രതിമ ഗുജറാത്തിലുണ്ടെങ്കിലും പക്ഷെ വലിയ സംഭവങ്ങളില്ല. പുള്ളിക്കാരന്റെ ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയണം. നമുക്കതൊരു ഒരു വണ്ടർ ആയിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പൊ ഇവിടെ വരുന്ന ഒരാൾ ഒരിക്കലും ഇത് മറക്കത്തില്ല. അതെ. നമ്മള് രാവിലെ കണ്ടപ്പോഴല്ലേ, നമ്മള് രാവിലെ വന്നപ്പോ വിചാരിച്ചു ഫുള്ള് വെതർ മോശമായി നിൽക്കും, മഞ്ഞും മഴയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പ്രകൃതി നമുക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തിട്ടാ. എന്തായാലും നല്ല തണുപ്പാണ്. മൂടി കിടക്കും എന്നാ പറയുന്നത്. അതെ, ഇത് മൂടി കുറെ നേരം നിന്നാലാണ് ആ മൂടിച്ച മാറിപ്പോളെന്ന് പറയണത്. പക്ഷെ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നല്ല കാലാവസ്ഥ. അതെ, മഴ പെയ്തു തുടങ്ങിട്ടാ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിന്റെ ഫ്ലാഗുകൾ ഇവിടെ ഒരു നിരത്തി വെച്ചിട്ടുണ്ടോ? ഇതുണ്ടോ? ഓരോ സ്റ്റേറ്റുകളിലൊക്കെ യൂട്ട 1896, വെർമോണ്ട്, എല്ലാം ഓരോ സ്റ്റേറ്റിന്റെയും
അവർ ഫ്ലാഗ് അടക്കം ഇത് കണ്ട ഇവർ ഐലൻഡുകളും കൂടി ഉണ്ടെന്നുണ്ടല്ലേ, അമേരിക്കയുടെ കീഴിൽ ഐലൻഡുകളടക്കമുള്ള ഇത് നമ്മളിവിടെ കാണണം കേട്ടോ. എന്തായാലും ഒരു പ്രത്യേക കാഴ്ച. നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, ഒഹിയോ, നവാദ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ന്യൂയോർക്ക് അതുപോലെ അരിസോണ, ടെക്സസ് എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിലത്തെ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് അത് നിങ്ങൾക്കറിയോ? ഡെൽവർ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് അമേരിക്കയിൽ രൂപീകൃതമായ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് ഇടാം. അതും നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഒരു സ്റ്റേറ്റാണ് ഡെൽവർ. എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ പോണതായിരിക്കും. എന്തായാലും നമ്മൾ തണുത്തിട്ടേ മൗണ്ട് റഷ്മോർ അടിച്ചുകൊണ്ട് ട്രാവൽസ് ടീമിൻ്റെ അടുത്ത ഒരു കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഈ അമേരിക്കൻ എക്സ്പെഡീഷനിൽ. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന സ്ഥിതിക്ക് കണ്ടത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത്രയ്ക്കും ചരിത്ര പ്രാധാന്യം എല്ലാ സംഭവങ്ങളും നിറഞ്ഞു നിന്നൊക്കെ നിൽക്കണം തന്നെയാണ് റഷ്മൗണ്ടെങ്കിലും ആ റെസ്പെക്റ്റോടുകൂടി പറയണു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണുമ്പോഴില്ലേ, നമ്മുടെ നാട്ടിൽ എന്തോരം വലിയ ഇത് പണിയാന്ന് ആലോചിക്കുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്തോരം ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഡാവിഞ്ചി സുരേഷ് ഏട്ടൻ പോലെയുള്ള ആൾക്കാരുള്ള സ്ഥിതിക്ക് അവരൊക്കെ പ്രൊമോട്ട് ചെയ്ത്, സുരേഷ് ഏട്ടൻ നമ്മുടെ ചങ്കാണ്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഈ ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂറിസം ഒക്കെ അതേപോലെ ഡെവലപ്പ് ആവും. നമ്മളിപ്പോൾ ചെയ്താലാണ് അടുത്ത തലമുറയ്ക്കുള്ളൂ. നമ്മൾ ഈ തലമുറയിൽ അത് തിന്നാനായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാണല്ലോ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. സംഭവം ഇത് മലയുടെ മേലിന് 18 മീറ്റർ ഹൈറ്റിലൊക്കെ പണിതെങ്കിലും ഇതേപോലെ അല്ലെങ്കിൽ ഇതിന് മേലെയുള്ള സംഭവങ്ങൾ നമുക്ക് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് വലിയൊരു അത്ഭുതമായിട്ട്, അയ്യോ ഇത്രയ്ക്കും വലിയൊരു അത്ഭുതം എന്നൊരു ഒന്ന് പറയാൻ പറ്റിയ ഒരു സംഭവമല്ലേ. ഇതിനൊരു ഹിസ്റ്ററിയും അതിൻ്റെ എന്താ പറയുക, ഇവരുടെ അമേരിക്കയിലെ ഒരു റെസ്പെക്റ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ. നമ്മൾ ക്രൈസ്തർ റെഡീമർ 30 മീറ്റർ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ വല്ലഭാർ പട്ടേലിൻ്റെ 100 മീറ്റർ മുകളിൽ ഹൈറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനേക്കാളും വലുത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അങ്ങനെ. പക്ഷെ അന്നത് എങ്ങനെ പണിതു, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ എങ്ങനെയാണ് പണിതു, അതിനാണ് ഈ പറഞ്ഞ വേൾഡ് വണ്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലും നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ശിവൻ്റെ പ്രതിമയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയണത്, നമുക്ക് ഇങ്ങനത്തെ പ്രതിമകളും ഇങ്ങനത്തെ കലാകാരന്മാരൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ? നാളത്തെ തലമുറയ്ക്ക് നമ്മളിപ്പോൾ ഉണർവ് വയ്ക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നാളെയും ഉപകാരപ്പെടണം നമ്മുടെ അടുത്ത തലമുറകൾ. ടൂറിസം വൈസും അത് ഭയങ്കര ഡെവലപ്മെന്റ് ആയിരിക്കും. അതെ, ഇപ്പൊ ഇത് നിങ്ങൾ നോക്കി നോക്കിയാൽ അമേരിക്കയിൽ വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ മൗണ്ട് റഷ്മോർ അവരുടെ ബക്കറ്റ് ലിസ്റ്റാണ്. മിസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എനിക്കൊരാഗ്രഹം, നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് തൃശ്ശൂർ വലിയൊരു ആനേനെ പണിയെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ആൾക്കാരാണ് മുടക്കിച്ചിട്ടാ. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഒന്നിനും പറയുന്നില്ല. നമ്മളെ ആസ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് മുടക്കിപ്പിക്കാനും ആ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരൻ അത് ജീവിച്ചിരിക്കുമ്പോൾ തിന്ന് കൊഴിപ്പിക്കാനായിട്ടുള്ളതല്ല നമ്മുടെ ഭാവി തലമുറ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ഏത് പാർട്ടിയായാലും കേട്ടോ. നമ്മളങ്ങനെ ഒരു പാർട്ടി ബേസിൽ ഒന്നും പറയണമെന്നില്ല. നമുക്കിത് കാണുമ്പോഴല്ലേ വിഷമം എവിടെയാണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഇത്രയും കലാകാരന്മാർ, ഇത്രയും എന്താ പറയുക ബുദ്ധിയുള്ള ആൾക്കാരുണ്ടായിട്ട് ഒരു എന്താ പറയുക ഒരു വിഷമമാണല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ. ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പിന്നെ ഇവിടെ ഒരു നമ്മൾ കണ്ട ഒരു സംഭവം, എല്ലാ സ്റ്റേറ്റിലും ഓരോ ആ സ്റ്റേറ്റിന്റെ പർട്ടിക്കുലർ സംഭവം അവർ ഹൈലൈറ്റ് ചെയ്ത് പല സ്ഥലത്തും അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വിഷമമാണ്. നമുക്ക് നാടിനെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കട്ടെ ഇങ്ങനെ വിഷമമാണ്. അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കാത്ത ആൾക്കാർ ഇത് നല്ലതെന്ന് പറഞ്ഞ് പോവാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരവസ്ഥ ആലോചിക്കുക. എനിക്ക് തലമുറയ്ക്ക് അത് നല്ലതായി. എനിക്ക് ഇവിടെ കണ്ട വേറെ അത്ഭുതം എന്താണെന്നറിയോ, രൂപങ്ങള് സ്കൾപ്ചേഴ്സ് ഹണ്ടിങ്, തണുത്തിട്ട് വയ്യാട്ടാ, സ്കൾപ്ചേഴ്സ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഒരു 5-6 അല്ലെങ്കിൽ 5-10 രൂപങ്ങൾ ഓരോ ഏരിയയിൽ ഇങ്ങനെ പണിതുണ്ടാക്കി വെക്കും. ആ പണിതുണ്ടാക്കി വെക്കുമ്പോൾ അവർ ഓരോ രൂപങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹണ്ട് ചെയ്യും. ഓരോ ഫാമിലി, ഞങ്ങളുടെ 8ാമത്തെ കഴിഞ്ഞു, 9 എണ്ണാണെങ്കിൽ ഞങ്ങൾ 7 കഴിഞ്ഞു, ഞങ്ങൾ 8 കഴിഞ്ഞു, ഞങ്ങൾ ഇത് അടിച്ചു, ഒരു കൊല്ലം കൊണ്ടൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ സ്കൾപ്ചേഴ്സ് ഹണ്ടിങ് നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. കാസർഗോഡ് മുതൽ 14 ജില്ലകൾ താണ്ടി തിരുവനന്തപുരം വരെ ഓരോ ജില്ലയിലും ഓരോ സ്കൾപ്ചർ ഉണ്ടാക്കി ഈ നമ്മുടെ ഈ ഡാവിഞ്ചി സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാർ, നമ്മൾ പേരെടുത്ത് പറയണമെന്നല്ല, ആ കലാകാരന്മാരെല്ലാവരും ടൈപ്പായി. ഒറ്റയ്ക്ക് കലാകാരനെ വന്നിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ടൊന്നും പണിയാൻ പറ്റില്ല. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഭരണാധികാരികളും അതൊരു രസമാണ്. അത് കീശ നടക്കുന്ന പരിപാടികൾ ഉപരി നമ്മുടെ നാടിന് നാളത്തേക്ക് ഒരു ഭാവി ഉണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ പോലത്തെ കലാകാരന്മാരൊക്കെ വൺ ടൈം യൂസിൽ നിർത്താണ്ട് അവരൊക്കെ ശരിക്കും യൂസ് ചെയ്യണം. നമ്മൾ ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ സുരേഷ് ചേട്ടൻ എല്ലാവരും അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ്റെ പുറത്ത് എല്ലാവരും ഇപ്പോൾ ഓരോ ഏറ്റവും വലിയ കേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് അത് വൺ ടൈമാണ്. അത് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് മാറ്റും. സപ്പോർട്ട് വേണം. അതെ, അങ്ങനെ അവരെ കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തെ തലമുറയിൽ അടുത്ത ടൂറിസ്റ്റേഴ്സിനൊക്കെ ഉണ്ടല്ലോ
നമ്മൾ മാടി വിളിക്കും. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സംഭവത്തിന് മില്യൺസ് ഉണ്ട്. ഒരു കൊല്ലത്തെ വരുമാനം ഈ സ്കൾപ്ചേഴ്സ് കാണാനായിട്ട് എത്രയോ ആൾക്കാരാണ് ഇപ്പൊ കയറി പോണെന്ന് എത്ര ആൾക്കാരും. അതെ, അതിന് ഒരു റെസ്പെക്ട് കൊടുത്ത് ഒരു സ്റ്റോറി കൊടുത്ത് എല്ലാത്തിനും സ്റ്റോറി വേണം. ഞങ്ങളത് ഇതാ പ്രതിമ ഉണ്ടാക്കി വെച്ചൊന്നല്ല. നമ്മൾ ഓരോ ജില്ലകൾക്ക് തൃശ്ശൂരിൻ്റെതായ തനതായിട്ടുള്ളത്, മലപ്പുറത്തിൻ്റെതായ തനതായിട്ടുള്ളത്, കോഴിക്കോടിന് തനതായിട്ട് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഉണ്ടല്ലോ, ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളുണ്ടല്ലോ പറയുമ്പോൾ വിഷമമാണ് ചെയ്യണത്. എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അമേരിക്കൻ എക്സ്പെഡിഷൻ 48 സ്റ്റേറ്റുകൾ താണ്ടി, ഓൺലൈൻ സ്റ്റേറ്റുകൾ താണ്ടിയിട്ടുള്ള ടീം ട്രാവൽസിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുന്നു. സൗത്ത് ഡക്കോട്ടയിൽ നിന്ന് ഇനി നുബ്രാസ്ക വഴിക്ക് അയോവ കയറി ചിക്കാഗോ ലക്ഷ്യമാക്കിയുള്ള യാത്ര. അങ്ങനെ നമ്മൾ മൗണ്ട് റഷ്മോർ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത റോഡ് ട്രിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗത്ത് ഡക്കോട്ടയിൽ നിന്ന് ഇനി നമ്മൾ നുബ്രാസ്ക തേടിയിട്ടുള്ള യാത്ര. നുബ്രാസ്ക സ്റ്റേറ്റിലേക്ക് നമ്മൾ പോണത്. ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി അങ്ങനെ കേട്ടോ. ഭയങ്കര കൈയൊക്കെ മരവിച്ചു. നേരത്തെ ഡയലോഗ് അടിച്ച് തണുത്ത് പോയി അറിഞ്ഞില്ല. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി കൈ വന്നു. ചക്കൻ തുള്ളനായിക്കൊണ്ടിരിക്കണ്ടേ തലയിൽ വെള്ളം വീണിട്ടാണ്. അത് കാരണം മറിച്ച് കളഞ്ഞാണ്. ശരിയാണ്, യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെ നമ്മള് മൗണ്ട് റഷ്മോർ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത ലോകത്തേക്ക് പോടാ. 48 സ്റ്റേറ്റ് തന്നെയല്ലേ കിടക്കണ കെടുപ്പല്ലേ. ഇത്രയും ലോങ് സ്ട്രെച്ച് നമ്മള് അടിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് ഒരു പണിയുള്ള പരിപാടിയാ. അതും പല വെതർ, ടെറൈൻ, വണ്ടി തന്നെ നമുക്ക് അനുകൂലമായിട്ട് നിക്കണം. അതെ, അല്ലെങ്കിൽ എളുപ്പല്ല. എന്തായാലും വെച്ച് പിടിക്കാം. മോനെ നമ്മുടെ ബസ് എടുക്കണു. നമ്മളിങ്ങനത്തെ ഒരു ബസ് എടുക്കാൻ പോവാന്നുള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലായ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പറഞ്ഞപ്പോൾ നമുക്ക് വേറൊരു നിങ്ങളുടെ അഭിപ്രായം. നമ്മൾ അങ്ങനത്തെ ഒരു സ്കൂൾ ബസ് എടുത്ത് അതിനെ വർക്ക് ചെയ്ത് നമ്മൾ അമേരിക്കനെ ചുറ്റി കാണാൻ ഓവർലാൻഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അതിൽ ന്യൂയോർക്ക്, ചിക്കാഗോ, മൗണ്ട് റഷ്മോർ, സിയാറ്റില്, കാലിഫോർണിയ, ഡെത്ത് വാലി, സാൻ ഫ്രാൻസിസ്കോ, ലാസ് വേഗാസ്, യെല്ലോ സ്റ്റോൺ, പിന്നെ അരിസോണ, ഗ്രാൻഡ് കാനിയോൺ, ടെക്സസ്, മയാമി ഒക്കെ കൂടിയിട്ടുള്ള ഒരു റൗണ്ട് ട്രിപ്പ് അമേരിക്കൻ എക്സ്പെഡീഷൻ നമ്മളൊരു ബസ്സിൽ 10 പേരടക്കണ ഒരു പരിപാടി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം. ഏകദേശം ഒരു $8,000 മുതൽ $10,000 വരെ ഒരാൾക്ക് ചെലവ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു പരിപാടിക്ക്. അതിൽ നിങ്ങൾ ഓക്കെയാണ് നമ്മുടെ കൂടെ. അങ്ങനത്തെ ഒരു ബസ്സിലാണ് നമ്മുടെ യാത്ര. പിന്നെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഓവർലാൻഡിങ് എക്സ്പെഡീഷൻ നമ്മൾ ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ലല്ലോ ഇത് ചെയ്യാൻ പറ്റുക, നമുക്ക് മലയാളികൾക്കും ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ ഒരു യാത്രയിൽ കിട്ടിയുള്ള കോൺഫിഡൻസും നമുക്ക് ഈ സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൂടി ചേർത്തിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ ഒരു സ്കൂൾ ബസ് എടുത്ത് നമ്മൾ വാങ്ങി അതിൽ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി 10-20 പേരെ സ്കൂൾ ബസ് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അമേരിക്കൻ എക്സ്പെഡീഷൻ അടുത്ത ഓഗസ്റ്റിലോ ജൂലൈയിലോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു മലയാളം കൊത്തി ഉണ്ടാക്കിയാണല്ലോ അവര്. അത്ര പൊക്കത്തിലാണ് ഈ സാധനം ഇരിക്കണോ. എന്തായാലും അത് അന്നത്തെ ഉണ്ടാക്കിയ ആൾക്കാരെ നമ്മൾ നമിക്കണോട്ടോ. നിക്കണോക്കിയല്ലേ ഇങ്ങോട്ട് ഈ പാറപ്പ് ഇങ്ങോട്ട് വീണ പോലെ നിക്കണല്ലേ. എല്ലാത്തിനും അവരൊരു ചരിത്രം, എല്ലാത്തിനും ഒരു കഴിവ് അവർ കാണിക്കും. അമേരിക്കക്കാർ അങ്ങനത്തെ ഒരു വേറെ കഴിവുണ്ടേ. അങ്ങോട്ട് എത്തുന്ന ഒരു രീതിയിലേക്ക്, ഒരു ഭീകരത അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എത്തിപ്പെടാനായിട്ട് ചെറിയ ഭീകരത അവര് ക്രിയേറ്റീവ്ലി സെറ്റ് ചെയ്തിട്ടുണ്ടാ. വഴികളും പാറകൾ നിക്കണം നിപ്പണ്ട മോനെ ആലോചിക്കാൻ പറ്റുമോ? അല്ല, ഇത് കാണുമ്പോ തന്നെ ആൾക്കാർക്ക് ഒരു പേടി വരും. അതിന് മുകളിലൊരു മുഖം രാത്രി വന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിയാവട്ടോ. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിനി ഇന്നത്തെ സ്ട്രെച്ച് ഇത്തിരി ലോങ് ആയിരിക്കട്ടോ. നമ്മളിപ്പോ ഏകദേശം മൗണ്ട് റഷ്മോർ എന്ന് പറയുന്നത് സൗത്ത് ഡക്കോട്ടയുടെ ഈ ഒരു സൈഡിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞു. 16 സ്റ്റേറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നെബ്രാസ്ക, അയോവ, മിനിസോട്ട, വിസ്കൺസിൻ, പിന്നെ ഇലിനോയ്സ്. അപ്പൊ ഈ ഒരു 4 സ്റ്റേറ്റ് നമ്മൾ ഈ ഒരു ലാപ്പിൽ അടിക്കാൻ പോകണം. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 90 പിടിക്കാന്ന് വിചാരിച്ചു. സൗത്ത് ഡക്കോട്ടയിൽ നമ്മൾ 90 പിടിച്ച് CUX ഫാൾസ് എന്ന് പറഞ്ഞൊരു ഫാൾസ് ഉണ്ട്. അവിടെ വരെ നമ്മൾ പോകണം. അവിടെ നമ്മൾ നേരെ നെബ്രാസ്കയിലേക്ക് ഇറങ്ങിയിട്ട് അയോവ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയി മിനിയാപോളിസിന് പ്രൊനൗൺസിയേഷൻ എന്നിട്ടാണെന്നൊന്നും അറിയില്ല. മിനിയാപോളിസിലേക്ക് എത്തണം. അവിടെ നമ്മൾ വിസ്കൺസിൻ കയറണം. ഇവിടെ നമുക്ക് 2-3 പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിലപ്പോൾ ടോപ്പിലാണ് സൈഡിലാണെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ 94 ഹൈവേ പിടിച്ച് ഇലിനോയ്സിൽ ചിക്കാഗോയിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു യാത്ര അവസാനിപ്പിക്കും. 2ാമത്തെ ലാപ്പ്. ശരിക്കും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ലാപ്പ് കൊണ്ടും നമ്മുടെ നയഗറ ഫോൾസ് കണ്ട് ഇങ്ങനെ ലാപ്പ് അടിച്ച് ഇവിടെ നിൽക്കണം. പക്ഷെ നമുക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ അടുത്ത ലാപ്പ് സിയാറ്റിൽ നിന്ന് ചിക്കാഗോ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ലാപ്പ് നമ്മൾ ഇങ്ങനെ വെച്ച് ഫ്ലോറിഡ കയറി തിരിച്ച് ഡാലസിൽ വന്ന് ജിമ്മിച്ചിനെ കണ്ട് ഒരു സല്യൂട്ട് പറയണം. അടുത്ത ലാപ്പ് ജനുവരിയിലോ അല്ലെങ്കിൽ മഞ്ഞിന്റെ സംഭവം നോക്കിയിട്ട് നമുക്ക് അടിക്കാടാ. എന്തായാലും ചിക്കാഗോ ലക്ഷ്യമാക്കിയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നൊരു 5.5 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ CUX ഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഡക്കോട്ടയുടെ ഈസ്റ്റ് സൈഡിലേക്ക് എത്താനായിട്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നെബ്രാസ്കയിലേക്ക് ഇറങ്ങണമെങ്കിൽ
സൗത്ത് ഡക്കോട്ട നമ്മൾ ഫുള്ള് ക്രോസ് ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഫുള്ള് ഡ്രൈവ് ക്രോസ് ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മൾ ഡ്രൈവ് മോഡാണ് നമ്മൾ മൊത്തം പിടിക്കുന്നത്. ഇതിനുള്ളിൽ കാഴ്ചകളും കണ്ടുകളൊക്കെ ഉണ്ടാവും. നോക്കിയിരുന്നോ സാധനങ്ങൾ വരുമ്പോ. അമേരിക്ക എവിടെയാ പോണത് തീർക്കാണ്ടിട്ട കുറച്ച് ഓടിയാലെത്തില്ല. നമ്മള് ചെറുപ്പത്തിലെ അമേരിക്ക കേൾക്കുമ്പോ ന്യൂയോർക്ക്, ചിക്കാഗോ അല്ലെങ്കിൽ മയാമി, അൾട്ടിമേറ്റ് ലാസ് വേഗാസ് അതടിച്ച് കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞു എന്നൊരു തോന്നലൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പോകുമ്പോ അത് കണ്ടാൽ മതി നല്ല മൂടണാന്ന്. ഇപ്പൊ നമ്മള് അമേരിക്കയിൽ 48 സ്റ്റേറ്റും കവർ ചെയ്യണമെങ്കിലുണ്ടല്ലോ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. പരിപാടിയല്ല. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പല ടെറൈൻസ്, പല സംഭവങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കിടക്കാൻ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് പറ്റില്ല, ഹോട്ടലുകളോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥകള്. അപ്പൊ അത് എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. അതെ, നമുക്കൊരു ഭാഗ്യം ഉണ്ടായി അത് ചെയ്യാനും. അത് ഒരു നിമിത്തം, എല്ലാം ഒരു നിമിത്തല്ലേ. അതിന് നമ്മളെ എന്റെ കൂടെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് കമന്റ് ചെയ്യുന്നത് അമേരിക്കനെ വിട്ടിട്ട് പോവല്ല, ഇതിന് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് പോവാന്ന് പറയുമ്പോ അമേരിക്കനെ നമ്മൾ 3 മാസം അടിച്ചത്. എന്നിട്ട് നമ്മൾ 78-88 വീഡിയോ ചെയ്തിട്ടുണ്ടോ നമ്മൾ അമേരിക്കൻ ആദ്യത്തെ ലാപ്പ് തീർത്തത്. രണ്ടാമത്തെ ലാപ്പ് നമ്മളൊരു 20 വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോണത്. അമേരിക്കയിലേക്ക് വരാനാണെങ്കിൽ നമുക്ക് അമേരിക്ക അടിച്ചെന്ന് പറയാം, ന്യൂയോർക്ക് വന്നു അല്ലെങ്കിൽ ചിക്കാഗോ വന്നു വേണമെങ്കിൽ അടിച്ചു പോയി എന്നൊക്കെ പറയാം. പക്ഷെ അമേരിക്ക എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമാവും. അങ്ങനെ ഇവർക്ക് ഒന്നും കണ്ടിട്ടില്ല ഇത് പറയണേ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. എന്നാലും നമ്മളടിക്കും. അമേരിക്കയിൽ 48 സ്റ്റേറ്റും തമ്പുരാൻ സഹായിക്കട്ടെ. പിന്നെ നമ്മൾ ഈ പറയുന്ന ഹൈവേ വെച്ചിട്ട് ഓടിപ്പോണതല്ല, നമ്മൾ കൂടുതലും ഇന്റീരിയർ റൂട്ടുകൾ എടുത്തിട്ടാണ്. പല ടെറൈൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അങ്ങനെ മഴ, ചെറിയ മഴയും മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഉച്ചയിലേക്ക് പോകട്ടാ. ഇനി 5 മണിക്കൂർ 32 മിനിറ്റ്. 7:30 മണിയാവും. നമ്മൾ 7:45 8 മണിയാവും നമ്മളിപ്പോ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ. നമ്മളിറങ്ങിയത് മഞ്ഞ് വീഴ്ച ശക്തട്ടാ. നോക്കിയേ, മഞ്ഞ് വീഴേട്ടാ. പതുക്കെ പോയാൽ മതിട്ടാ. ടയർ അത്ര സ്ട്രോങ് അല്ല വണ്ടി. മഞ്ഞ് വീണാ നോക്കിയാ ടാ അടിക്കണ വന്നിട്ടാ. ഇനി വേണമെങ്കിൽ മഞ്ഞ് വേണമെങ്കിൽ മാറരുത്. ഞാൻ മൗണ്ട് റഷ്മോറിന്റെ അടുത്തെത്തുമ്പോ സന്തോഷം വേണ്ടി പറഞ്ഞാടാ, ഒന്ന് ഓഫ് ആവ്. കറക്റ്റ് സമയത്താണ് നമ്മളത് അടിക്കാൻ പറ്റിയ. അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതെ. എന്തായാലും റഷ്മോർ നമുക്ക് നീറ്റാക്കി അടിക്കാൻ പറ്റി. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട ആ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്യണം. മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ നോക്കിയാലേ സിമ്പിളായിട്ട് സംഭവം കേട്ടോ. മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക്. എന്തായാലും വെച്ച് പിടിക്കാം. ഇനിയുണ്ട് 5-5.5 മണിക്കൂർ കേട്ടോ. മഴ പതുക്കെ പോകാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു എക്സിറ്റ് എടുത്തിട്ടേ കുറച്ച് നേരമായി നമ്മൾ വണ്ടിയിലിരിക്കുന്നു. ഇവിടുത്തെ നോക്കിയാ പെട്രോൾ അടിച്ചില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആവണ്ട. ഇവിടെ കാറ്റിന് കോളിന് സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. ഇവിടുത്തെ സ്റ്റോറുകൾ കയറി പോലും ഇപ്പൊ എന്റെ ഒരു ഹോബിയാ. എല്ലാ സ്റ്റോറിലും പോയി നോക്കാം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോന്ന്. അവിടെ ഇരിക്കണ കുതിരിക്കണ ഹാൻഡ് ക്രാഫ്റ്റിലൊക്കെ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും കയറി നോക്കട്ടെ, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്. നമ്മൾ മേടിക്കണമെന്നില്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. എന്തൊക്കെ സാധനം ഇവിടെ വിൽക്കുന്നുണ്ട് എന്തൊക്കെയാന്ന് അറിയാലോ. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർകാരനല്ലേ, എന്തേലും ഒരു കണ്ണ് വയ്ക്കുക എവിടെയെങ്കിലും. ആഹാ നല്ല കാറ്റാട്ടാ. ഇന്ന് മറ്റേ സ്റ്റോമിന്റെ സമയം ഇന്ന് വല്ലതും ഉണ്ടോ? നീ കാലാവസ്ഥ മയങ്ങി നിൽക്കണട്ടാ. നമുക്ക് കത്തി കയറാം. ഓണ്ടാ ഈശോ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് കാഴ്ച നോക്കി ചിന്തിക്കാൻ പറ്റുമോ? പുറത്ത് നോക്കി ഇനി ഒന്നും മനസ്സിലാകണ്ട. പുറത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പ്രത്യേകത കണ്ടു ഞാനിതിന്. ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ മൊത്തം ഇരിക്കുന്നത്. നോക്കി അവിടുത്തെ കൗബോയ്സിന്റെ സാധനങ്ങൾ കണ്ട, കൗബോയ്സിന്റെ സാധനങ്ങൾ. തോക്കടക്കം ഉണ്ടല്ലോ, ഇതാ തോക്കടക്കം. തോക്ക് അല്ലേ, തോക്കടക്കം പൊട്ടോ പൊട്ടോ പൊട്ടില്ല പൊട്ടില്ല കേട്ടോ. കണ്ട തോക്കടക്കമുള്ള സാധനം കൊടുക്കണം. എന്നാ മേടിച്ചാൽ നമുക്ക് തലയിലേക്ക് മാറ്റി പിടിക്കും. ചിലപ്പോ മറ്റേ സിനിമയിലാണ് പോലെ അവര് ഉണ്ടെടുക്കാൻ മറക്കും. നല്ല വെയിറ്റ് ഉണ്ട്, ഹെവി അല്ലേ. ഇതിനുള്ള ഉണ്ടായിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ സാധനം തന്നെ കേട്ടോ അല്ലേ. പറയാൻ പറ്റില്ല. അമേരിക്ക എന്ത് ഉറപ്പിണ്ടാണോ ഇതിന്റെ പോലെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സ് പറഞ്ഞ കറക്റ്റ്. ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെ ലോകം കണ്ടു പെട്ടെന്ന് എനിക്ക്. എല്ലാ സാധനം ഉണ്ടാ. എന്റെ ഒക്കെ പാല ഒറിജിനൽ പാലാട്ടാ. മറ്റേ കീരിയുടെ പാലാട്ടോ. അതുകൊണ്ടാ കീരിയുടെ
സ്കിന്നാണ്. ഒറിജിനൽ സ്കിന്നാണ്. നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വേണമെങ്കിൽ വീട്ടിൽ വെക്കാട്ടോ. ഇതുണ്ടോ കീരിയുടെ ഇത് കണ്ടോ, കാലടക്കാട്ടാ. ഇതിനെന്താ വല്ലണോ പറയാൻ കൊടുക്കണോ, എഴുതി വെച്ചിട്ടൊന്നുമില്ലേ. പക്ഷെ കട സെറ്റ് ചെയ്ത് ഒത്തിരി രസമായിട്ടല്ലേ, വേറെ ലെവൽ. ഇങ്ങനെ ഒരു കട പ്രതീക്ഷിക്കണമില്ല. അതെ, എനിക്ക് എങ്ങനെ ഈ പുറത്തത്തെ മരത്തിന്റെ വർക്ക് കണ്ടപ്പോളേ ബാഡ്ലാൻഡ്സ് നാഷണൽ പാർക്ക് ഉണ്ട് അടുത്ത്. അതാണ് ഈ ലൈൻ പിന്നെ നാഷണൽ പാർക്ക് ഉണ്ട്, ബാഡ്ലാൻഡ്സ് പറഞ്ഞിട്ട്. ആ അതണ്ട $19 നോക്കാൻ മാത്രം കേട്ടോ. ഷൂസൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം. കളക്ഷൻസുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. മരത്തോണ്ടുള്ള കുരിശൂരുണ്ടാക്കി, കുരിശൂര് വെച്ചിട്ടുണ്ട്, കല്ലുകൾ. ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങൾ കാണിച്ചട്ടെ. ചെക്കൻ വെക്കി $10. പക്ഷെ ക്യാപ്പാണ് കേട്ടാ. ഒരു വാലുണ്ട് എൻ്റെ ബാക്കിൽ, ഒറിജിനൽ വാലുണ്ടാ ഉണ്ട് സാധനം ബാക്കിൽ. എനിക്ക് മുടിയില്ലാത്ത ആൾക്കാർക്ക് നല്ലതായിരിക്കും. അവിടെ ഞാൻ വെച്ചോട്ടെ വേറെ റേഞ്ച് അടിപൊളിയായിരിക്കും. നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഒട്ടും മോശം വരില്ല. മറ്റേ റോട്ടിൽ കൂടെ അധികം നടക്കണ്ട, ചിലപ്പോ മറ്റേ തോക്കൊണ്ട് ഓട്ട വീഴും. അടിപൊളി. പക്ഷെ ആ തലയിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് ലൂസായിരുന്നു. എയിമുണ്ട്. ക്യാബിലറ്റിലൊക്കെ നോക്കിയാ ചോത്തി ക്യാബിലറ്റ് കേട്ടോ. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിലറ്റിന്റെ വേറെ രൂപ ഉണ്ടാവുന്ന വെറൈറ്റി ക്യാബിലറ്റുകൾ. കുറെ ഹാൻഡ് മെയ്ഡ് ഉണ്ട്. ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇവിടുത്തെ നാറ്റീവ് അമേരിക്കൻസിന്റെ വേറെ പ്രഹര ശക്തി സൗത്ത് ഡക്കോട്ട, അതേപോലെ നോർത്ത് ഡക്കോട്ട. അപ്പൊ സൗത്ത് ഡക്കോട്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അവരെ നാറ്റീവ് ആൾക്കാർ ഉണ്ടാക്കണത് കൊമ്പുകൾ. $90, $150. മൗണ്ടൻ ബഫല്ലോ ഹെഡിന് എത്ര $3900 സാധനം കിട്ടൂടാ. അതുകൊണ്ടാ അത് നമുക്ക് ഇതിന് വീട്ടിൽ കൊണ്ടുവരുന്ന ലൈസൻസ് തരണോ, അത് ചോദിച്ചു നോക്കണായിരുന്നു അല്ലേ. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒറിജിനൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. $4000 നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാം. ഇങ്ങനെ പലതരത്തിലുള്ള കുരിശുകൾ നോക്കിയാ എവിടേക്ക് നോക്കിയാലും വെറൈറ്റികൾ കേട്ടോ. ഇനി ഭക്ഷണത്തിന്റെ കേസാണെങ്കിൽ തന്നെ ഒരു വെറൈറ്റി എന്ന് പറയില്ല, $4 ഒരു വെറൈറ്റി കാണാം നമുക്ക്. ഇവിടെ ഓരോ സ്റ്റേറ്റും ഉണ്ടായിരുന്നു. 1889 എന്നൊക്കെ പറഞ്ഞ രീതി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലും ഇതേപോലെ തൃശ്ശൂരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ജില്ലകളെ നമ്മുടെ സ്റ്റേറ്റിലെ ജില്ലകളെ പറഞ്ഞിട്ട് ജില്ലകളെ എന്നുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. സ്റ്റോറുകളൊക്കെ അങ്ങനെ സാധനം വെക്കണം. നമുക്ക് ഒരു ചരിത്രം ഉണ്ട് കണ്ട, പാമ്പിൻ്റെ ഹെഡ് കേട്ടോ. അമ്മേ ഹെവി. ഇവിടെ പിന്നെ പാമ്പിൻ്റെ ഒരു കുറവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടാ. $1 ബഫല്ലോ ടീത്ത്. നമ്മൾ പറഞ്ഞത് ട്രൈബൽ ചേച്ചിയുടെ മോങ്ങണം, ട്രൈബൽ ഫേസ് ഇത് കണ്ട. ഇവരെ ഈ നമ്മുടെ വിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ മെഡിസിൻ ഓഫ് ദി പീപ്പിൾ എന്നാണ് ഈ പ്രൊഡക്റ്റിന് പേരിട്ടുണ്ട് കേട്ടോ. ഹീൽ ചെയ്ത് എല്ലാ അസുഖങ്ങളും മാറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. എന്തായാലും നല്ലൊരു എൻട്രി ആയിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് കയറാൻ തോന്നിയത് അല്ലേ. ബേസിന്റെ തല കണ്ടല്ലേ, $3000 എന്നാലും സാധനം അടിപൊളിയാ. ബാഡ്ലാൻഡ്സ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് പാർക്ക് ഉണ്ട്. ഇന്നിവിടെ കാലാവസ്ഥ മോശമാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന നോക്കിട്ടാ. ബാഡ്ലാൻഡ്സ് നാഷണൽ പാർക്ക് സൗത്ത് ഡക്കോട്ടയിലത്തെ ഫേമസ് ആയിട്ട് നാഷണൽ പാർക്ക് കേട്ടോ. അല്ലേ.